ഗുജറാത്തിൽ 2019 26 സീറ്റും പിടിച്ചത് BJP. 100-ൽ 100 മാർക്ക്. ഇക്കുറി പക്ഷേ ടൈറ്റാണ്. ഗുജറാത്ത് BJPയിൽ തല്ലിൻ്റെ പൂരമാണ്. BJPയെ BJP തന്നെ വെട്ടുമോ? ദേശീയ നേതൃത്വം തീരുമാനിച്ച ഓരോരുത്തരെ ഓരോ സ്ഥാനങ്ങളിൽ ഇരുത്തും. അവിടെ മിണ്ടാതിരുന്ന് പണിയെടുത്തോളണം, എതിർത്താൽ പുറത്ത്. ഇതാണ് ഗുജറാത്ത് BJPയിലെ അവസ്ഥ. സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തോടെ പലയിടത്തും പാർട്ടി രണ്ടായി. ആദ്യം അടിപൊട്ടിയത് വഡോദരയിൽ. സ്ഥാനാർത്ഥി രഞ്ജന ഭട്ടിനെ മാറ്റണമെന്നാവശ്യപ്പെട്ട് പ്രവർത്തകർ കൂട്ടത്തോടെ രംഗത്തെത്തി. 2014 മോദി വാരാണസിക്ക് വേണ്ടി വഡോദര വിട്ടപ്പോൾ മുതൽ വഡോദരയുടെ MP-യാണ് രഞ്ജന ഭട്ട്. എന്നാൽ പ്രവർത്തകരുമായി അടുപ്പമല്ല. രഞ്ജന ഭട്ടിനെ മാറ്റണമെന്ന പ്രവർത്തകരുടെ ആവശ്യത്തെ പക്ഷേ ദേശീയ നേതൃത്വം ആദ്യം പരിഗണിച്ചില്ല. മാത്രമല്ല, പരസ്യമായി പ്രതികരിച്ച മഹിളാ മോർച്ചയുടെ ദേശീയ ഉപാധ്യക്ഷ ജ്യോതി പാണ്ഡെയെ പുറത്താക്കുകയും ചെയ്തു. എന്നാൽ ഒടുവിൽ പ്രവർത്തകരുടെ വികാരത്തിന് വഴങ്ങി രഞ്ജനയെ മാറ്റി ഹേമാങ് ജോഷിയെ സ്ഥാനാർത്ഥിയാക്കി. പുതുമുഖമായ ഹേമാങ് ജോഷിയെ സ്ഥാനാർത്ഥിയാക്കിയ തീരുമാനത്തിലും മുതിർന്ന നേതാക്കൾ ക്ഷുഭിതരായി. സബർകന്തയിലെ സ്ഥാനാർത്ഥി ഭിക്കാജി ഠാക്കൂറിനെതിരെയും പാർട്ടിയിൽ കലാപക്കൊടി ഉയർന്നു. അവിടെയും പ്രശ്നം പരിഹരിക്കാൻ സ്ഥാനാർത്ഥിയെ മാറ്റേണ്ടി വന്നു. പകരം വന്ന ശോഭന ബെൻവരയ ആകട്ടെ തീർത്തും അപരിചിത. 2022 കോൺഗ്രസ് വിട്ട് BJPയിൽ ചേർന്ന മഹേന്ദ്ര സിംഗ് ബരയയുടെ ഭാര്യയാണ് ശോഭന ബെൻ. പാർട്ടിക്കാർക്ക് പോലും ശോഭനയെ അറിയില്ല. ലോക്സഭാ തെരഞ്ഞെടുപ്പിനൊപ്പം നടക്കുന്ന 5 നിയമസഭാ ഉപതെരഞ്ഞെടുപ്പുകളിൽ 4ഇടത്തും സ്ഥാനാർത്ഥികൾ കോൺഗ്രസ് വിട്ട് BJPയിൽ എത്തിയവർ. പാർട്ടിയിലേറെക്കാലമായി പ്രവർത്തിക്കുന്നവരെ തടഞ്ഞ് കാലുമാറി വന്നവരെ പിടിച്ച് സ്ഥാനാർത്ഥികളാക്കിയതിൽ പ്രതിഷേധം ശക്തം. ഇനിയൊരു മത്സരത്തിന് താനില്ലെന്നും പറഞ്ഞ് നീരസം പ്രകടിപ്പിച്ചു മുൻ ഉപമുഖ്യമന്ത്രി നിതിൻ പട്ടേൽ. തനിക്കെതിരെ മത്സരിച്ച കോൺഗ്രസ് സ്ഥാനാർത്ഥിയെ BJPയിലെടുത്തതിൽ പ്രതിഷേധിച്ച് വഡോദരയിലെ സാവലി MLA കേതൻ ഇനംദാർ രാജിക്കൊരുങ്ങിയതും ഗുജറാത്തിലെ BJPയെ വെട്ടിലാക്കി. BJP സ്ഥാനാർത്ഥി എതിരില്ലാതെ തെരഞ്ഞെടുക്കപ്പെട്ട സൂറത്തൊഴികെയുള്ള മണ്ഡലങ്ങളിൽ വോട്ടെടുപ്പിന് മണിക്കൂറുകൾ മാത്രം ബാക്കി നിൽക്കെ വിവിധ ലോക്സഭാ മണ്ഡലങ്ങളിൽ സ്ഥാനാർത്ഥികൾക്കെതിരെ ഉയർന്ന പ്രാദേശികമായ എതിർപ്പ് ഇപ്പോഴും തുടരുന്നു. മോദിയുടെ ചിത്രം മാത്രം ഉയർത്തിക്കാട്ടിയുള്ള പതിവ് വോട്ട് പിടുത്തം ഇക്കുറി ചിലവാകില്ലെന്ന് ചുരുക്കം.